അപ്പൊ ഒരാള് പറഞ്ഞ് അല്ല നബിയെ നജിദിലും അല്ലാഹുവിന്റെ റസൂൽ നജിദ് പറഞ്ഞില്ല. വീണ്ടും പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ഫിൽ യമൻ വശാം. എന്ത് എത്രയും പറഞ്ഞിട്ട് റസൂൽ അവിടെ നിന്നാണ് ശൈത്താന്റെ കണ്ണ് പുറപ്പെടുന്ന സ്ഥലം എന്നവരെ പറഞ്ഞു. എല്ലാ കുതന്ത്രങ്ങളും പുറപ്പെട്ട അവിടുന്ന് നിറയ. അതിൻ്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ യമാമ. മുസൈലത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകം ബാധിച്ച് പല കൂട്ടരും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണത്. ഒന്ന് അസ്വദുൽ അൻസി, ഒരു മുസൈലിമത്തുൽ കദ്ദാബ്. അവനെ അവിടെ വെച്ചാണോ അല്ല അന്ത്യം വരുത്തിയത്. അതൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ ഓന് വെച്ചത് എങ്ങനെയോ അറിഞ്ഞിട്ടോ അറിയാതെ നല്ല പേരാ കിട്ടിയത്. അവരെ വെച്ച് അന്ത്യം വരുത്തുള്ള കൂട്ടലെന്നാണ് അതിനർത്ഥം. ഈ യമാമത്തോടു കൂടെ ഓലം കാര്യം ചെയ്യും. എടാ ഞങ്ങളാ ചുന്നി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ, പൊയ്ക്കോ, പുറത്തു പോ. നിങ്ങൾ ചുഞ്ഞാണ്, നിങ്ങൾ ചുഞ്ഞല്ല, ഒന്നുമല്ല. സുല്ലാകണ്ടല്ലോ ഒരിക്കലും. ആരുടെ സുല്ലിന് അങ്ങോട്ട് വന്ന് ആരുടെ വന്ന് മംഗലാപുരത്ത് പള്ളി എടുത്തിട്ട് ഉദ്ഘാടനത്ത് തങ്ങളെ വിളിക്കുന്നു ഞാൻ പറഞ്ഞതാടാ. ഒരു ശിഹാബ് തങ്ങളെ വിളിച്ചോ? അത് വന്ന് അത് പെരുക്ക വലിയ. അപ്പൊ കേരളക്കാർക്ക് ഒരു പുതിയ അവിടെയാക്കാൻ വിളിച്ചൊല്ലിയടോ വരുമോ ഇല്ലെന്നൊന്നും ഇല്ലോട് ചോദിക്കണ്ട. അതെങ്ങനെയാണെന്നല്ല, ഓർക്കൊക്കെ പേടിയുണ്ടാവും. എനിക്ക് ആരും പേടിയില്ല. ഞാൻ അള്ളാനല്ലാതെ അന്നും പേടിച്ച് ഇന്നും പേടിച്ചില്ലടാ. ഇങ്ങനൊരു കാലത്തും പേടിക്കൂല്ല. ആ പൂജ്യം വിചാരിക്കണ്ട. അള്ളാനെ ഒരുത്തം പേടിച്ചാൽ സർവ്വസാധു ഓരെ പേടിക്കും. ഓരോരുത്തരെ പേടിക്കേണ്ടി വരില്ല. അങ്ങനല്ലേ ചരിത്രം അന്ന് മുതൽ നിന്നുവരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. ഓരോ ഓലപ്പാമ്പ് കൊണ്ടും പേടിക്കണ്ട. ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇണങ്ങേറുകൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹാബത്തും നബിയും എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും പതറിപ്പോയോ? കഷ്ണം കഷ്ണമാക്കി മുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ? അവർ നിലവേശം പേടിച്ചോ? ഇല്ല. നമ്മളും അതുപോലെ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ നാഞ്ഞളെ പറയുമ്പോലെ പറയല്ലോ നിങ്ങൾ. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നാഞ്ഞളെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതുമല്ല ഇമ്പളെ ജാതി അടിച്ചിട്ട് കൂട്ടാണ് അത് കണ്ടത്. നാഞ്ഞള എടുത്തിട്ട് ആരെയും മരിക്കലുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലത്താണ് വേറെ നിലവാരം. അതുകൊണ്ട് അത് കണ്ടൊന്നും ഇവിടെ പേടിക്കൂല കേട്ടോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഇന്നും ഇന്നലെയുള്ളതല്ല, കുറേ മുമ്പുണ്ടാക്കിയ സാധനം. അത് സമസ്ത കേരളല്ലേ ഇനി ആദ്യം വിചാരിച്ചത്, കേരള ജമിയത്തുൽ ഉലമ. പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ മറ്റൊരിക്കല്ല ഹിക്മത്ത് അറിയാലോ. വഹാബികൾക്ക് അന്ന് വേറെ പാർട്ടിയൊന്നുമില്ല. അവരെന്ത് ചെയ്തു? കേരള ജമിയത്തുൽ ഉലമ ഇസ്രാഫിൽ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഇവർ സാധുക്കളല്ലേ, അധികം വൈദ്യന്മാർക്ക് ഈ കണിയും മണിയൊന്നും അറിയില്ല. അപ്പൊ അന്ന് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാകുക എന്നുള്ള ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരനും വലിയ ആയുമാണ്. അവർ മരിച്ചുപോയി. അള്ളാഹു അവർക്കും നമ്മൾക്കും പുറത്തു തരട്ടെ. അന്നത്തെ ഏറ്റവും വലിയ ശക്തനായ ആൾ മൂപ്പരന്നെ. പരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരെ മുഖേനയാണ് ഈ സമസ്ത രൂപീകരിച്ചതെങ്കിലും ആദ്യകാലത്ത് യൂസുഫ് യുദ്ദീൻ എന്ന് പറയുന്ന ഒരുത്തൻ കോഴിക്കോട് എന്ന് പറഞ്ഞു. അവനോട് എതിരെ പറയാൻ പറ്റിയ ഒരാളെ കാണാഞ്ഞപ്പോ മുല്ലക്കോയ തങ്ങൾ പാങ്ങക്കാരനെ വിളിച്ചിട്ട് തലയിൽ മന്ത്രിച്ചു കൊടുത്ത് നീ പോയിട്ട് അവർക്ക് റദ്ദ് വഴിയെന്ന് പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഓൻ്റെ വായടപ്പൻ സംസാരം സംസാരിച്ചു. ഒപ്പരെ പേരങ്ങ് പൊന്തി അള്ളാഹു കൊടുത്തു. അവർക്ക് കൊടുത്തു. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വലിയ മഹാൻ. അവർ ഉസ്താദാരാ? ജുബ്ബായിയാണ്. ജുബ്ബായി എന്ന് പറഞ്ഞ ആരാ? മുഅ്തസിലത്തിന്റെ നേതാവ്. അയാളെ വാദം അങ്ങനെ ശക്തിപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരിയായിട്ട് വാദപ്രധാനമൊക്കെ പറഞ്ഞാൽ ഞാൻ നീണ്ടുപോകും. സുന്നത്ത് ജമാഅത്ത് ഏതാ അല്ലാത്ത ഏതാന്ന് അറിയാത്തവരാരുമില്ല.
അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിച്ച നമ്മൾ എവിടെ പോയാലും ഒറ്റക്കെട്ടായി നിലകൊള്ളണം. നമ്മൾ ആദർശം വിട്ട് കളിക്കരുത്. പൂർണ്ണമായ ഹിമ്മത്ത് ഞങ്ങൾക്കുണ്ടാവണം, ഉൾക്കരുത്ത് വേണം. അതില്ലെങ്കിൽ ശരിയാവും. നമ്മളെങ്ങനെ നടക്കും, എല്ലായിടത്തും അങ്ങനെയല്ലേ, അപ്പം അങ്ങോട്ട് കൂടി കൊടുക്കാൻ വിചാരിച്ചാൽ ശരിയാവും? അത് പറ്റൂല. അത് ഇസ്ലാമിലുള്ള ഏർപ്പാടല്ല. ഇപ്പതാ ഈ AP